എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഓയിലും ഒന്നും ഇല്ലാതെ വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നത്. മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഹൈ സ്പീഡിൽ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ കളർ മാറിക്കിട്ടോളം ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയുടെ കളർ മാറിക്കിട്ടിയാൽ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 3 തവണകളായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി കിട്ടുന്നത് വരെ ഹൈ സ്പീഡിൽ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. അപ്പോൾ 1/4 കപ്പ് അളവിലാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. മൈദ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി മൈദ ഇതിലൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. സ്പീഡിൽ ഇളക്കി കൊടുക്കരുത്, സാവധാനം മിക്സാക്കി എടുക്കാം. മൈദ മിക്സായി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്പാച്ചുല കൊണ്ട് ഇതേപോലെ ഒരു ഭാഗത്തേക്ക് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചിട്ടൊന്നും ഫോൾഡ് ചെയ്തെടുക്കരുത്. അപ്പോൾ ഈ ബാറ്റർ പൊന്തി വന്നതൊക്കെ താന്നു പോകും. അപ്പോൾ മൈദയൊക്കെ നല്ലോണം ഇതിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേ രീതിയിലുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് നെയ്യ് വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഹോളൊക്കെ ഉണ്ടാകും. അപ്പോൾ നല്ലോണം ഈ ബാറ്റർ ഒന്ന് അടിയിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ തന്നെ ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് കുക്കറിൽ ഇറക്കി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുക്കർ ഒരു 10 മിനിറ്റ് നല്ലോണം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി റിങ് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഈ ബാറ്റർ വെച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ പ്ലേറ്റ് കൊണ്ട് മൂടി വെച്ചിട്ട് കനത്തിന് വേണ്ടി ഇതേപോലെ ഒരു കല്ല് കൂടി വെച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 30 മിനിറ്റ് കഴിഞ്ഞാൽ മുഖം തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ നല്ല പൊന്തി കിട്ടിയിട്ടുണ്ട്. ആ പാത്രത്തിന് മുകളിലായിട്ട് തന്നെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്നും മാറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്